ഇതാണ് തായ്ലാൻഡിൻ്റെ നാംഡോക് മൈ എന്ന് പറയുന്ന മാംഗോ. ഈ മാംഗോ കായ്ച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഡ്രമ്മിലാണ് കായ്ച്ചിട്ടുള്ളത്. ചെറിയൊരു പ്ലാന്റ്. ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റിയ, ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റി മാങ്ങയാണ് നാംഡോക് മൈ എന്ന് പറയുന്നത്. ചെറിയൊരു തൈയിലാണ് ഈ മാങ്ങ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ വന്നപ്പോൾ ഇത് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പഴുത്ത് പാകമായ മാങ്ങ. ഈ കാണുന്നതും ഇതേ വെറൈറ്റി തന്നെയാണ്. നാംഡോക് മൈ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിലും ധാരാളം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന നല്ല രുചിയുള്ള ഒരു മാങ്ങയാണ് നാംഡോക് മൈ. ഇതേ രീതിയിൽ നമുക്ക് ചട്ടിയിലും അതേപോലെ തന്നെ ഡ്രമ്മിലും, ഇങ്ങനെ ഡ്രമ്മ് മുറിച്ചതാണിത്, വലിയ ഡ്രമ്മ് മുറിച്ച് വെച്ചതാണ്. ഇതൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന നാംഡോക് മൈ. ഈ ഒരു തയ്യിൽ ഹോങ്സിയാങ് എന്ന് പറയുന്ന വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ട്. ഈ ഒരു ബ്രാഞ്ച് വേറെ മാവാണ്. ഇത് നാംഡോക് മൈയാണ്. രണ്ടിൻ്റെ ലീഫും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരൊറ്റ തയ്യിൽ 2 വെറൈറ്റിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. ഒരു ബ്രാഞ്ച് നാംഡോക് മൈൻ്റെ, തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ബ്രാഞ്ച് ഹോങ്സിയാങ് എന്ന് പറയുന്ന തായ്ലാൻഡിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതേ മാവിൻ്റെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം. തൈകൾ കൊറിയറായിട്ടോ അല്ലെങ്കിൽ ഹൈവേ ഡെലിവറി വഴിയൊക്കെ നമുക്ക് എത്തിച്ച് തരാൻ പറ്റും. ആവശ്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നാംഡോക് മൈ എന്ന് പറയുന്നത് അസാധ്യ രുചിയുള്ള ഒരു തായ്ലാൻഡ് വെറൈറ്റി മാങ്ങയാണ്. ഇതിലിനിപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്, പാകാവാനായിട്ടുണ്ട്. ചിലപ്പം പഴുത്തിട്ടുണ്ടാവും. ഇത് ഏകദേശമൊക്കെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയാൽ ഇതുപോലെ പൊട്ടിക്കാനാവും. ഇങ്ങനെ നന്നായിട്ട് മാവിൽ നിന്ന് പഴുത്ത് പാകമായി കഴിഞ്ഞാലാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം 2 മാങ്ങ വെക്കുമ്പോഴേക്കന്നെ 1 കിലോ തൂക്കം ഭാരം വരും. അതാണ് ഈ മാങ്ങൻ്റെ ഒരു പ്രത്യേകത. ഇത്തരത്തിൽ മാങ്ങയൊക്കെ നമുക്ക് നമ്മളെ ടെറസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കായ്പ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മാവിൻ്റെ തൈകളുടെയൊക്കെ പ്രത്യേകത. ചെറിയ ഡ്രമ്മിലൊക്കെ നമുക്ക് ഈ രീതിയിൽ മാങ്ങ കായ്പ്പിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഓരോ വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ ഉള്ളത്. നമുക്കത് സ്കൂപ്പൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് കേട്ടോ. തീരെ നാരില്ലാത്ത ഐറ്റാണ്. ഗംഭീര മധുരമാണ്. ക്യാമറമാന് വായിൽ വെള്ളം ഊറുന്നുണ്ട്. കഷ്ണം കഴിച്ചേ.